ഞാനാണോ ഈശ്വര ഈ ബന്ധത്തിൽ കടിച്ചു തൂങ്ങുന്നത്? എന്നെ വേണ്ടാന്ന് അബി പറഞ്ഞതല്ലേ? എൻ്റെ ഹൃദയമിടിപ്പ് ഉയരാൻ തുടങ്ങി. അബി എപ്പോഴേക്കും അടുത്തെത്തി. തനിക്ക് ഇത്ര പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. അബി എന്തൊക്കെയാ പറയുന്നേ? ബാല, താനിവിടെ വർക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഇത് ശരിയാകില്ല. താൻ ഇവിടെ നിന്ന് പോണം. ഞാനൊരു നിമിഷം ഞെട്ടി. അഭിനവ്, എന്നോടിവിടെ വർക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് പറയാൻ നിങ്ങളാരാ? പറയുമ്പോൾ എൻ്റെ നാവ് വിറയ്ക്കുന്നുണ്ട്. ഓഹോ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയോ? എത്ര പെട്ടെന്നാണ് ബാല ബാലയല്ലാതാകുന്നേ? അബിയുടെ മുഖത്തെ പുച്ഛഭാവം എനിക്ക് ഇഷ്ടമായില്ല. ഞാനാണോ മാറിയത്? ലുക്ക് ബാല, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസാണ്. ഇതിനുള്ളിൽ അനാവശ്യമായി ഒന്നും വലിച്ചഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കാൻ പോകുന്ന നിനക്കൊന്നും ജോലിയുടെ വില അറിയില്ല. സോ പ്ലീസ്, താൻ ഇവിടെ നിന്ന് പോകണം. ഛേ, മറുത്തൊന്നും പറയാതെ ഞാൻ മുഖം തിരിച്ച് നടന്നു. ഇത് കേൾക്കാനാണോ ഞാൻ വന്നത്? അബിയോട് എനിക്ക് അറപ്പായ പോലെ. ഒരിക്കൽ ഞാൻ ജീവന തുല്യം സ്നേഹിച്ചതാണ്. പക്ഷെ ഇപ്പോ ഒന്നും വേണ്ടിയിരുന്നില്ല. തലയ്ക്ക് മൊത്തത്തിൽ വട്ടുപിടിക്കുന്നു. രവി, ഞാൻ നേരത്തെ ഇറങ്ങിക്കോട്ടെ, നല്ല തലവേദന. ഓ, ഇറ്റ്സ് ഓക്കെ, യു ടേക്ക് കെയർ. നാളത്തെ തൻ്റെ സെഷൻ മറക്കണ്ട. താങ്ക് യു രവി, ഐ വിൽ ബി ഫൈൻ ടുമോറോ. വേണ്ട വിജയ്, താൻ വരണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഈ എന്നോടോ? ഞാൻ ദാ എത്താറായി, താൻ ഫോൺ വെച്ചേ. വിജയ് എന്താ ഇങ്ങനെ? ഞാൻ കോൾ കട്ട് ചെയ്ത് വിജയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഹേയ് ബാല, താനും നേരത്തെ ഇറങ്ങിയോ? പുറകിൽ നിന്നുള്ള വിളി കേട്ട് നോക്കുമ്പോൾ ബാഗും തൂക്കി നിമ്മി വരുന്നുണ്ട്. ഹായ് നിമ്മി. അതെ, നേരത്തെ ഇറങ്ങി. വല്ലാത്ത തലവേദന. എന്ത് പറ്റി പെട്ടെന്ന്? ഇനി എന്ത് പറ്റാൻ അറിയില്ല, എന്തോ പെട്ടെന്നൊരു വല്ലായ്മ. ടേക്ക് കെയർ. താനെങ്ങനെയാ പോകാം? ഒറ്റയ്ക്ക് പോകാൻ പറ്റോ? എൻ്റെ ഫ്രണ്ട് വരും പിക്ക് ചെയ്യാൻ. മനസ്സിലായി, പെൻ സ്റ്റാൻഡ് അല്ലേ? ഈശ്വരം, വിജയ് ഒന്ന് പെട്ടെന്ന് വന്നെങ്കിൽ. ഫോൺ റിങ് ചെയ്ത് നോക്കുമ്പോൾ വിജയ്. ഒരു മിനിറ്റ്, ഞാൻ നിമ്മിയോട് പറഞ്ഞു. വിജയ് എവിടെ എത്തി? വൈകുമെങ്കിൽ ഞാൻ ബസ്സിൽ പോകാം. ഡോ, ഞാനിവിടെ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്, താൻ ക്രോസ് ചെയ്ത് വാ. ഓക്കെ, ദാ വരുന്നു. വെയിറ്റ്, ഫോൺ വെക്കല്ലേ. അതേതാ ഒരു കുട്ടി? നിമ്മി അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇതിനെങ്ങനെയാ മറുപടി പറയാ? ഞാൻ നിമ്മിയെ നോക്കിയൊന്ന് ചിരിച്ചു. എന്താ വിജയ്, കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. താൻ അവിടെ നിൽക്ക്, ഞാൻ അവിടേക്ക് വരാം. വണ്ടി ഒന്ന് മുന്നിലാക്കി നിർത്തട്ടെ, സിഗ്നൽ ആയണ്ട. പിന്നെ അവളെവിടല്ലേ? ഞാനിപ്പോൾ എത്തും. വിജയ് നിമ്മിയെ സൈറ്റ് അടിക്കാനാണോ? എന്തായാലും എനിക്കെന്താ. എന്നാലും വിജയ്, എന്നാ ഞാൻ പോട്ടെ ബാല. നിമ്മി പോകാൻ തുനിഞ്ഞു. അയ്യോ, വിജയ് എത്തിയിട്ടില്ല. നിമ്മി എന്തെങ്കിലും പറഞ്ഞ് നിർത്തണം. നിമ്മി എങ്ങനെയാ പോകാ? ബസ്സിൽ. എനിക്കിവിടുന്ന് ഡയറക്റ്റ് ബസ്സുണ്ട്. ഈ സ്റ്റോപ്പ് ആയതുകൊണ്ട് സീറ്റും കിട്ടും. വിജയ് ഒന്ന് പെട്ടെന്ന് വാ. തൻ്റെ ഫ്രണ്ട് എത്താറായില്ലേ ബാല? ദേ എത്തിയല്ലോ. വിജയ് അപ്പോഴേക്കും ഓടിയെത്തി. ഹേയ്, തനിക്കെന്ത് പറ്റി? പെട്ടെന്നൊരു തലവേദന. അറിയില്ല വിജയ്, പെട്ടെന്ന് എന്തോ. വിജയ്, ഇത് നിമ്മി. ഞങ്ങളൊരു പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നിമ്മി, ഇതെൻ്റെ ഫ്രണ്ട് വിജയ്. നിമ്മി എന്നെ നോക്കി പെൻ സ്റ്റാൻഡ് എന്ന ആംഗ്യം കാണിച്ചു. ഞാൻ പുഞ്ചിരിച്ചു. ഹായ് നിമ്മി, ശ്രീ പറഞ്ഞിട്ടുണ്ട് തന്നെ പറ്റി. ഞാനെപ്പോൾ പറഞ്ഞു? ശ്രീ പറഞ്ഞ പോലെ തന്നെ. യു ലുക്ക് സ്മാർട്ട്. ഇതെപ്പോ? വിജയ് പറഞ്ഞത് കേട്ട് നിമ്മിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം. സോറി ടു ഇൻറ്ററപ്റ്റ്. എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ നിമ്മി. ശ്രീ, പോകാം. നിമ്മിയോട് യാത്ര പറഞ്ഞ് വിജയോടൊപ്പം ഞാൻ റോഡ് ക്രോസ് ചെയ്തു. കാറിൽ കയറുമ്പോൾ എൻ്റെ തലവേദനയൊക്കെ പമ്പ കടന്ന പോലെ. എന്താണ് വിജയ്, ലയൻ വലിക്കാൻ നോക്കിയതാണോ? വിജയ് അങ്ങനെ ചെറുതാക്കല്ലടോ. എൻ്റെ കളിയാക്കൽ വിജയ് കാര്യമാക്കുന്നില്ല. പിന്നെന്തിനാ സാർ ഓടിയൊക്കെ വന്നത്? സാർ ഓടി വന്നതും സംസാരിച്ചതും ഒക്കെ തനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടിയോ? അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാകും. പിന്നെ എന്ത് പറഞ്ഞു തൻ്റെ കള്ളക്കാമുകൻ? എന്ത് പറയാൻ, നടന്നതൊക്കെ ഞാൻ വിജയോട് പറഞ്ഞു. അവനൊരു മെയിൽ ഷോവനിസ്റ്റ് ആണോ? ആർക്കറിയാം? തനിക്കറിയില്ലേ? താനല്ലേ സ്നേഹിച്ചത്? പണ്ടേ ഇങ്ങനാണോ? പണ്ടത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടപ്പോൾ തൊട്ട് എന്നോട് പെരുമാറുന്നത് ഇങ്ങനെയാ. എന്നോട് മുമ്പും ജോലിക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിർബന്ധിച്ചപ്പോൾ അബിയുടെ കമ്പനിയിൽ മാത്രം വരണ്ടെന്ന് പറഞ്ഞു. ഡോ, ഞാനൊന്ന് ചോദിക്കട്ടെ? എന്താ വിജയ്? എന്താണെന്നറിയില്ല. വിജയ് എന്താ ചോദിക്കാൻ പോകുന്നതെന്നറിയാൻ ഞാൻ ഒരുപാട് കൊതിച്ച പോലെ. തനിക്ക് ഇവനെ അല്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ലേ പുറകെ നടക്കാൻ? ഒന്ന് പുഞ്ചിരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ പുറകെ നടന്നതൊന്നുമല്ല, അബി തന്നെ വന്ന് പ്രൊപ്പോസ് ചെയ്തതാ. കോളേജിൽ തുടങ്ങിയതാണോ? അതെ, പക്ഷെ കോളേജിൽ ആർക്കും അറിയില്ല, നാട്ടിലും ആർക്കും അറിയില്ല. അബി പുറത്ത് വെച്ച് കണ്ടാൽ എന്നോട് മിണ്ടാറ് പോലുമില്ല. ആരെങ്കിലും കാണുമോ എന്ന് പേടിച്ച്. അയ്യേ,
അവൻ നല്ലൊരു പേടിത്തൊണ്ടനാണല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോൾ വിജയ് പെട്ടെന്നെന്തോ ചിന്തയിൽ മുഴുകി. ഹലോ, ആലോചിക്കുന്നതൊക്കെ കൊള്ളാം, വണ്ടി നോക്കി ഓടിച്ചോളൂ കേട്ടോ. ഡോ, ഞാൻ തുറന്നു പറയാം, ഇവനെ വിട്, തനിക്ക് വേറെ നല്ല ആരെങ്കിലും കിട്ടും. ബേസിക്കലി അവനൊരു ഭീരുവാ. എന്നിട്ടും അവൻ ഇല്ലാത്ത ധൈര്യത്തിൽ തന്നെ വളച്ചു. എന്നാൽ അതാർക്കും അറിയ പോലുമില്ല. അമ്മയ്ക്കറിയാം. ഡോ, നിങ്ങളുടെ വീട്ടുകാർ തമ്മിൽ പിണക്കമല്ലേ? അതെന്തിനാ? അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ നിൽക്കവേ ആരും സംസാരിക്കാറില്ല. വിജയ് അതേപ്പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നല്ല കഥ. ഞാൻ വല്ലപ്പോഴും വീട്ടിലോ നാട്ടിലോ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ അറിയൂ. വിജയ്, എനിക്കറിയണം അബി എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിച്ചതെന്ന്. അതിനെന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. എന്താ? അവനോട് തന്നെ ചോദിക്ക്. അബി എന്തിനാ എന്നോടിങ്ങനെ? എനിക്കറിയണം. വിജയ് പറഞ്ഞ പോലെ വീട്ടുകാരുടെ പിണക്കവുമായി ഇതിന് ബന്ധമുണ്ടാകോ? എന്തായാലും അറിയണം. അതിനെ അബിയോട് ചോദിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ശ്രീമോളെ, എന്താലോചിച്ചിരിക്ക? ദേ പൊന്നി നിന്നെ വിളിക്കുന്നു. എന്തിനാ അമ്മേ? അറിയില്ല, ദേവൂട്ടി കരയുന്നുണ്ട്, അതാകണം. ദീപം വെച്ചിട്ട് മോളൊന്ന് അത്രടം വരെ ചെല്ല്. സന്ധ്യാദീപം തെളിയിച്ച് ഞാൻ പൊന്നി ചേച്ചിയുടെ വീട്ടിലേക്ക് നടന്നു. പൊന്നി ചേച്ചി, ദേവൂട്ടി എന്തിനാ കരയുന്നേ? പൊന്നി ചേച്ചി ദേവുവിന് ചോറ് വാരിക്കൊടുക്കുകയാണ്. ദേ നോക്ക്, ദേവൂട്ടിയുടെ ബാലചേച്ചി വന്നല്ലോ. ദേവൂട്ടി വാ തുറക്ക്, ഒരു പിടി. കണ്ടോ ബാല, കഴിക്കുന്നില്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് കഴിപ്പിക്ക്. ചേച്ചി പോയി ജോലി നോക്കിക്കോളൂ, ഞാൻ കഴിപ്പിക്കാം അവളെ. പൊന്നി ചേച്ചിയുടെ കയ്യിൽ നിന്നും ചോറ്റുപാത്രം വാങ്ങി ദേവൂട്ടിയെ ഞാൻ മടിയിലിരുത്തി. ദേവൂട്ടിയോട് മല്ലിട്ട് ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ മനസ്സിലെ തീ കെട്ടടങ്ങിയ പോലെ. കുഞ്ഞുവാവുകളല്ലെങ്കിൽ മനസ്സിനൊരു കുളിരാണ്. മോളെ ശ്രീ, ഈ സൂചിയിൽ നൂലൊന്ന് കൊരുത്തുതാ. ഇരുട്ടായാൽ പിന്നെ കണ്ണ് കാണാൻ പറ്റില്ല. നൂല് കോർത്ത് ഞാൻ വിജയ് തന്ന ബുക്ക് എടുത്തു. എന്തെങ്കിലും പഠിക്കാതെ നാളെ ഓഫീസിലേക്ക് പോകാൻ കഴിയില്ല. ലാപ്ടോപ്പിൽ ഓരോന്ന് ചെയ്തു നോക്കി. ആയിരിപ്പിൽ ഞാൻ എപ്പോഴോ ഉറങ്ങി. മീറ്റിംഗ് തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുൻപേ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അഭി ഒഴികെ എല്ലാവരും കൃത്യസമയത്ത് എത്തി. എൻ്റെ സെഷൻ ആയതുകൊണ്ട് മനഃപൂർവ്വം ലീവാണോ? ഇനി ലേറ്റാണോ? ഞാനെന്തിന് സെഷൻ വൈകിക്കണം? ഞാൻ തുടങ്ങി. ഗുഡ് മോർണിംഗ് ടീം. ഞാൻ പൈത്തണിൻ്റെ തിയറി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ചെയ്ത് തന്നെ പഠിക്കാം. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു ഐഡിയ കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ അത്രയും നല്ലത്. അബി എത്തി. എന്നെ തറപ്പിച്ചു നോക്കി ഉള്ളിൽ കയറി. അബി മുറിയിലില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് തുടർന്നു. ഓരോ വട്ടം അബിയുടെ കണ്ണുമായി ഉടക്കുമ്പോഴും അവനെ ഞാനൊരു അപരിചിതനായി എഴുതിത്തള്ളി. എൻ്റെ ശ്രമം വിജയിച്ചു. അധിക ശ്രമം ഇല്ലാതെ തന്നെ അബിയെ അവഗണിക്കാനും ഞാൻ പഠിച്ചു. ഹേ ബാല, ഈ കോഡ് നോക്ക്, എന്തോ എറർ കാണിക്കുന്നു. നോക്കട്ടെ. ഇൻറ്റൻറ്റേഷൻ എററാ. ഇൻറ്റൻറ്റേഷനൊക്കെ എറർ കാണിക്കോ? അത് വലിയ ബുദ്ധിമുട്ടാകുമല്ലോ. ഇല്ല, കുറച്ചുകൂടി എളുപ്പമാകും. ഇതിൽ ബ്രേസ് ഇടേണ്ടി വരില്ല. പെട്ടെന്ന് ഡോറ് തുറന്ന് രവി റൂമിലേക്ക് വന്നു. എന്തായി ഗൈസ്, എങ്ങനെ പോകുന്നു ഫസ്റ്റ് സെഷൻ? വെൽ, ബാല റിയലി ഹെൽപ്ഡ് us a lot. ബാക്കി ഞങ്ങൾ തന്നെ ചെയ്തു നോക്കണം. കണ്ടിട്ട് ഈസിയാണെന്ന് തോന്നുന്നു. നിമ്മിയാണ് മറുപടി നൽകിയത്. ഗ്രേറ്റ്. ഒരു ഫ്രഷറായിട്ട് ബാല, യു റിയലി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. അബിയുടെ അസൂയ നിറഞ്ഞ കണ്ണുകൾ എൻ്റെ മേൽ വീഴുന്നുണ്ട്. ഞാൻ കാര്യമാക്കിയില്ല. ഡെസ്കിലേക്ക് നടക്കുമ്പോൾ നിമ്മിയും ഒപ്പം കൂടി. ബാല, തൻ്റെ ബോയ് ഫ്രണ്ട് ആളൊരു ചുള്ളനാ കേട്ടോ. നിമ്മി ഇപ്പോഴും വിജയ് പറഞ്ഞ സ്മാർട്ട് മയക്കത്തിലാണ്. നിമ്മി, ഹീസ് മൈ ഫ്രണ്ട്. ഓക്കെ, തൻ്റെ ബോയ് ഫ്രണ്ട് അല്ലാത്ത ഫ്രണ്ട്. എന്നാ ഒരു കെയറിങ്ങാ. ഒരു തലവേദനയ്ക്ക് ഇത്രയോ? തന്നെ റോഡ് ക്രോസ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഞാനൊക്കെ കണ്ടിരുന്നു. ഇതിനൊന്നും മറുപടി പറഞ്ഞാൽ മതിയാകില്ല. മേ ബി തനിക്കയാൾ ഫ്രണ്ടായിരിക്കാം, പക്ഷെ അയാൾക്ക് അങ്ങനെയല്ല. കരുതിയിരുന്നോ? വിജയ്, അപ്പം നിമ്മി ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്തത്. നിമ്മി, ഐ ഹാവ് സംതിങ് ടു ടോക്ക് ടു യു. തൊട്ടുപിറകിൽ അബി. എല്ലാം കേട്ട മട്ടുണ്ട്. എന്താ അബി, പറയൂ. അബിക്കെന്താ നിമ്മിയോട് ചോദിക്കാൻ? വിജയെ പറ്റി ആയിരിക്കോ? ഇവിടെയല്ല, നമുക്ക് പാൻട്രിയിൽ പോകാം. എന്നെ ഒഴിവാക്കുന്നതാണ്. അപ്പോൾ വിജയ് തന്നെ വിഷയം. നിമ്മി അബിയോടൊപ്പം പോയതും ഞാൻ വിജയെ വിളിച്ചു. യെസ് മാഡം, ഞാനും കാത്തിരിക്കുകയായിരുന്നു. എന്ത് പറഞ്ഞു തൻ്റെ നിമ്മി? വിജയ്, യു ആർ ഇമ്പോസിബിൾ. നിമ്മി തൻ്റെ ഒരു ഫാനായ പോലെ സംസാരിച്ചു. അബിയെല്ലാം കേൾക്കുകയും ചെയ്തു. അതിലും തമാശ, താൻ എന്നെ സ്നേഹിക്കുന്നു എന്നവൾ കണ്ടുപിടിച്ചു. എന്നിട്ട് താനെന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ? അപ്പോഴേക്കും അബി അവളെ കൊണ്ടുപോയി. താൻ അവനോട് ചോദിച്ചോ? ഇല്ല, ചോദിക്കണം. ഇന്ന് തന്നെ ചോദിക്കണം.
പാൻട്രിയിൽ അപ്പോഴും അബി നിമ്മിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാൻ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുമ്പോൾ എൻ്റെ പേര് അവർ അടക്കത്തിൽ പറയുന്ന പോലെ തോന്നി. എന്നെപ്പറ്റി ആകണം. കുറേ നേരമായിട്ടും രണ്ടുപേരും ഡെസ്കിൽ വരുന്നില്ല. അബിക്കെന്താ എൻ്റെ കാര്യം അറിയാൻ ഇത്ര ഉത്കണ്ഠ? ബാല, താൻ ഫ്രീ ആണോ? കുറച്ച് സംസാരിക്കാനുണ്ട്. അബി, എൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. ഇപ്പോഴോ? സംസാരിക്കാം, പറയൂ. ഇപ്പോൾ വേണ്ട, വൈകിട്ട് മതി, ഓഫീസ് കഴിഞ്ഞ്. ഓക്കെ. ഞാൻ അപ്പോൾ തന്നെ വിജയെ മെസ്സേജ് ചെയ്ത് അറിയിച്ചു. വിജയ് ഏതാണ്ടൊക്കെ ഉറപ്പിച്ച് എന്നെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞു. വിജയ് ആയതുകൊണ്ട് എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഓഫീസ് വിട്ട് ഇറങ്ങാൻ നേരം എത്ര നോക്കിയിട്ടും അബിയെ കണ്ടില്ല. പറ്റിച്ചതാണോ വീണ്ടും? ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഞാൻ അബിയിൽ നിന്നും അകലുന്ന പോലെ. ബാല, സോറി, അല്പം വൈകി. വരൂ, നമുക്ക് നടക്കാം. അബി ഓടിയെത്തി. എന്നെ കണ്ടിട്ട് അവന് നല്ല സന്തോഷമുണ്ടല്ലോ. ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിക്കാൻ ബാല, ഇവിടെ ആരും കാണണ്ട, കുറച്ച് പേഴ്സണലാണ്. ക്യാമ്പസ് വിട്ട് അബിയോടൊപ്പം ഞാൻ പുറത്തിറങ്ങി. തനിക്ക് എന്നോട് വിരോധമുണ്ടെന്ന് എനിക്കറിയാം. അത്രയ്ക്കുള്ള പണിയാണ് ഞാൻ ഒപ്പിച്ചത്. അതെന്തിനായിരുന്നു എന്ന് കൂടി പറയാവോ? അതിപ്പോൾ അറിഞ്ഞിട്ടെന്തിനാ? അതൊക്കെ പോട്ടെ. ഞാനിപ്പോൾ വന്നത് തന്നോട് ചെയ്ത തെറ്റിന് സോറി പറയാനാ. കഴിഞ്ഞതൊക്കെ മറന്നൂടെ തനിക്ക്? എൻ്റെ പഴയ ബാലയായിക്കൂടെ? ഒടുവിൽ വിജയ് പറഞ്ഞത് തന്നെ സംഭവിച്ചു. പെട്ടെന്നായിരുന്നു ബസ്സും വന്നത്. ഞാൻ ബസ്സിൽ കയറാൻ മടിച്ചു. എൻ്റെ ഫ്രണ്ട് വരും പിക്ക് ചെയ്യാൻ. നിമ്മി പറഞ്ഞ കക്ഷിയാണോ? അപ്പോൾ വിജയെപ്പറ്റി തന്നെയായിരുന്നു സംസാരം. എന്തിനാ എന്നെ ചതിച്ചതെന്ന് പറഞ്ഞൂടെ? അതറിയാതെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഡോ, അത് തൻ്റെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടാ. എൻ്റെ അമ്മ എന്ത് ചെയ്തു? ഞാൻ ജനിച്ച കാലം മുതൽക്കേ എല്ലാവരും എന്നെ വിശേഷിപ്പിക്കുന്നത് മൊണ്ടി മാധവൻ്റെ മകനെന്നാ. അപ്പോൾ മുതലേ ഉള്ള ദേഷ്യമാ തൻ്റെ കുടുംബത്തോട്. അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ തന്നെ വീഴ്ത്തിയതാ. പക്ഷെ അന്നത്തെ തൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ ഞാനൊരുപാട് തന്നെ വിഷമിപ്പിച്ചു എന്ന് തോന്നി. ഇപ്പോൾ തന്നെ വീണ്ടും കാണുമ്പോൾ ഞാൻ ചെയ്ത തെറ്റ് തിരുത്തണം എന്നെൻ്റെ മനസ്സ് പറയുന്നു. മാധവ മാമയുടെ കാല് വയ്യാത്തതിന് എൻ്റെ അമ്മ എന്ത് ചെയ്തു? തൻ്റെ അമ്മയുടെ പുറകെ നടന്നതിന് തൻ്റെ അമ്മയുടെ ആങ്ങളമാർ തല്ലിയൊടിച്ചതാ എൻ്റെ അച്ഛൻ്റെ കാല്. നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനും. ജാതിഭ്രാന്ത് പിടിച്ചൊരു കുടുംബം. എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അതുകൊണ്ടാ ഞാൻ തന്നെയും. ദൂരെ നിന്നും വിജയ് നടന്നു വരുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഫ്രണ്ട് വന്നു. എനിക്ക് പോണം. താനൊന്നും പറഞ്ഞില്ല. ശ്രീ, പോകാം. അപ്പോഴേക്കും വിജയ് അടുത്തെത്തി. അബിയുടെ മുഖം ഇഞ്ചി കടിച്ച പോലായി. എനിക്ക് ആലോചിക്കാൻ സമയം വേണം. അതും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു. അബി ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടോ? എന്തിനാ സമയം? തിരിഞ്ഞു നടക്കുമ്പോൾ അബി എന്നെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഡോ, എന്തുണ്ടായി? അവൻ കൺഫെസ് ചെയ്തില്ലേ? തൻ്റെ കാർ എവിടെ? ഇന്നിതാ ശകടം. സർവീസിങ്ങിന് പോയിട്ട് വരുന്ന വരവാ. കുറേ നാളായി ഇവൻ പുറം ലോകം കണ്ടിട്ട്. മുന്നിലിരുന്ന റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 വിജയ് വിരലോടിച്ചു. ബൈക്കിലോ? ഞാൻ ചിന്തിച്ചത് ഉറക്കെയായിപ്പോയി. എന്താ, താൻ ബൈക്കിൽ കയറില്ലേ? അത് പിന്നെ ഇതിൽ കയറി ചെന്നാൽ പിന്നെ അത് മതി നാട്ടിൽ അടുത്ത കഥയിറങ്ങാൻ. തനിക്ക് ബുദ്ധിമുട്ടാണേൽ പറ, ഞാനൊരു ഓട്ടോ വിളിക്കാം. ബൈക്ക് ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് പോവാം. ഞാൻ പിന്നെ വന്നെടുത്തോളാം. ഇതാണ് വിജയ്, എന്തിനും പ്ലാൻ ബി ഉള്ള കക്ഷി. അബി എപ്പോഴും ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ട്. ദേഹത്ത് മുട്ടും പിന്നിലിരിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ താൻ മുന്നിലിരുന്നോ, ഞാൻ പിന്നിലിരുന്നോളാം. വിജയ് എനിക്ക് നേരെ കീ നീട്ടി. അത് ഓട്ടോ തന്നെ വിളിക്കണോ? എന്താ വേണ്ടതെന്ന് മാഡം തന്നെ പറയേ. എനിക്ക് ഓടിക്കാൻ അറിയില്ല. ഓട്ടോ ഒന്നും വേണ്ട, താൻ വണ്ടി എടുക്ക്. ഞാൻ പിന്നിൽ കയറി. അബി അപ്പോഴും നിന്ന് നോക്കുന്നുണ്ട്. മാധവ മാമയെ അമ്മ ചതിച്ചതാണോ? അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ബൈക്ക് നിന്നത് പെട്ടെന്നായിരുന്നു. എന്ത് പറ്റി വിജയ്? ഞാൻ നിർത്തിയതാ. എന്താ ഇത്ര വലിയ ആലോചന? വാ, നമുക്ക് തൻ്റെ ട്രീറ്റ് ഇന്ന് തന്നെ ആക്കാം. ട്രീറ്റോ? ഇന്നോ? അതും മദീന റെസ്റ്റോറൻറ്റ്. ഈശ്വര, ശമ്പളം കൂടി കിട്ടിയിട്ടില്ല. ഡോ, അങ്ങോട്ടല്ല, ഇവിടേക്ക്. അടുത്തുള്ള ചെറിയ ചായക്കടയിൽ വിജയ് എന്നെയും കൊണ്ട് കയറി. ഞാനും ഇവിടെ വന്നിട്ട് കുറേ നാളായി. ഇവിടുത്തെ ദാമുവേട്ടൻ്റെ മുളക് ബജിയും ചായയും, ആഹാ, ആലോചിക്കുമ്പോൾ തന്നെ. ദാമുവേട്ടാ, 2 ചായയും ബജിയും. തോളിൽ തോർത്തുമുണ്ടിട്ട് പൊക്കം കുറഞ്ഞ അമ്മാവൻ വിജയുടെ ശബ്ദം തിരിച്ചറിഞ്ഞു. ഇതാര്? വിജയോ? എപ്പോൾ എത്തി മോനെ? കുറച്ചു നാളായി. ചേട്ടൻ്റെ മോനെവിടെ? സുബി. അവനിപ്പോൾ ദുബായിലാ. കഴിഞ്ഞ കൊല്ലം പോയി. മോനെന്നാ തിരിച്ചില്ല. ഇനി ഇവിടെ തന്നെ കൂടാനാ പ്ലാൻ.
ദാമുവേട്ടൻ ഞങ്ങൾക്ക് ചായ എടുക്കാൻ അകത്തേക്ക് പോയി. വിജയ്, തനിക്ക് ജോലിയും കൂലിയും ഒന്നുമില്ലേ? എന്നും ഉണ്ടല്ലോ ടെക്നോ പാർക്കിന്റെ പരിസരത്ത് താൻ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ബിസിനസ് തുടങ്ങാൻ നോക്കുന്നത്, ഒരു മെക്കാനിക്കൽ ഷോപ്പ്. നമ്മുടെ പയ്യന്മാർക്ക് ഓൾട്രേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിൽ അതിനുള്ള സ്പെയർ പാർട്സ് എടുക്കാൻ പോകാൻ വരുന്ന വഴിയാ തന്നെ കാണുന്നത്. പിന്നെ തന്നെ കാണുന്നത് ഒരു ആശ്വാസമാടോ. വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ലല്ലോ ഇപ്പോൾ. എല്ലാവരും കല്യാണം കഴിഞ്ഞു പോയില്ലേ. തൻ്റെ കല്യാണം കഴിഞ്ഞാൽ തന്നെയും ഞാൻ വിടും. ഞാൻ കല്യാണം കഴിക്കണോ? ചായയും വടയും വാങ്ങി ഞങ്ങൾ കടയുടെ പുറത്തു വന്ന് നിന്നു. വിജയ്, ശരിക്കും വിവാഹമാണോ ജീവിതം? ആണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മളാ. വിവാഹം, കുട്ടികൾ, അതൊക്കെ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളാ ശ്രീ. ആർക്ക് വേണേലും ചെയ്യാം. നമ്മുടെ സമൂഹം അതിനെ ജീവിതമായി കാണുന്നു. ചിലർ അതിൽ ഹാപ്പിയാണ്, ഒരുപാട് പേർക്കും അങ്ങനെയല്ല. നമ്മൾ ഹാപ്പി ആയിരിക്കണം, അതാണ് ജീവിതം. അതിനുവേണ്ടി എന്തും ചെയ്യാം. ഒരു ബസ് ഞങ്ങളെ കടന്നുപോയി. അഭി ഉണ്ടാകും ബസ്സിൽ. ശ്രീ, താനാ പോയ ബസ് കണ്ടോ? എല്ലാവരും കയറും പോലെ തനിക്കും കയറാം അതിൽ. എല്ലാവരുടെയും ഒപ്പം ഇറങ്ങാം. ഇടയ്ക്ക് വെച്ച് ഇറങ്ങാൻ നോക്കിയാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെയാണ് നമ്മുടെ സമൂഹവും. മാറി ചിന്തിക്കുന്നവരെ അവർ അകറ്റി നിർത്തും. ഇടയ്ക്ക് വെച്ച് ഇറങ്ങണമെങ്കിൽ തൻ്റെ ജീവിതം താൻ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഉദാഹരണത്തിന്, തനിക്കൊരു ബൈക്ക് ഉണ്ടെന്ന് വെച്ചോ. തൻ്റെ ബൈക്കിൽ തനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും ഇറങ്ങാം. അത് തൻ്റെ ഇഷ്ടം. ബൈക്ക് വേണോ അതോ എല്ലാവരെയും പോലെ താനും ബസ്സിൽ തന്നെ പോകണമെന്ന് ചിന്തിക്കേണ്ടത് താനാണ്. തീരുമാനം തൻ്റെയാണ്. ഞാനറിയാതെ കുറേ നേരം വിജയെ നോക്കി നിന്നു എന്നൊരു സംശയം. എന്താടോ? അഭി പറഞ്ഞതൊക്കെ ഞാൻ വിജയോട് പറഞ്ഞു. എനിക്ക് അഭിയെ പഴയ പോലെ കാണാൻ കഴിയുന്നില്ല വിജയ്. എൻ്റെ അമ്മയോട് എന്ത് വൈരാഗ്യമായാലും അതാരായാലും എനിക്ക് സഹിക്കില്ല. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത വിവാഹമായിരുന്നു അച്ഛനുമായിട്ട് എന്ന്. പിന്നെ മാധവ മാമയോട് അമ്മയ്ക്ക് ദേഷ്യമൊന്നും ഇല്ല എന്ന്. അവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നോ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടി ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന അമ്മ, ആ അമ്മ എങ്ങനെയാ ഇഷ്ടപ്പെടുന്ന പുരുഷനെ ചതിക്കുന്നത്? അമ്മ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്. അഭി പറഞ്ഞു തൻ്റെ അമ്മയെ ചതിച്ചതെന്ന്. ഏതാണ്ട് അങ്ങനെയായിരുന്നു സംസാരം. ശ്രീ, തൻ്റെ അമ്മ ചതിച്ചു എന്നത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. തനിക്കെന്താ അങ്ങനെ തോന്നാൻ? തൻ്റെ അമ്മയാണ് ചതിച്ചതെങ്കിൽ അഭിനവ് എങ്ങനെ തനിക്ക് മുൻപ് ജനിച്ചു? അപ്പം മാധവനങ്ങളാകില്ലേ ആദ്യം വിവാഹം കഴിച്ചിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ മാധവനങ്ങളായിരിക്കൂടെ ചതിച്ചത്? അഭിക്ക് എല്ലാം അറിയണം എന്നുണ്ടോ? അഭിയെ വിശ്വസിക്കാതെ തനിക്ക് തൻ്റെ അമ്മയോട് തന്നെ ചോദിച്ചൂടെ? അമ്മയോട് ചോദിക്കണം, സത്യം എന്താണെന്ന് അറിയണം. ചായ ഗ്ലാസ് വിജയ് എൻ്റെയും ചേർത്ത് ഉള്ളിൽ കൊണ്ടുപോയി കൊടുത്തു. ഈ കടയായത് നന്നായി, അല്ലെങ്കിൽ കാശിന് വിജയോട് തന്നെ കടം ചോദിക്കേണ്ടി വന്നേനെ. ഡോ, ഇവിടെ വന്ന് വണ്ടിയിൽ കയറ്. വിജയ് അപ്പോഴേക്കും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാശ് കൊടുത്തിട്ടില്ല, ഞാൻ കൊടുത്തിട്ട് വരാം. കാശൊക്കെ ഞാൻ കൊടുത്തു. അതെന്താ എൻ്റെ ട്രീറ്റ് ആണെന്ന് പറഞ്ഞിട്ട്? അയ്യടാ, അങ്ങനെ എനിക്കുള്ള ട്രീറ്റ് ഒരു ചായക്കടയിൽ ഒതുക്കാൻ നോക്കണ്ട. അതൊക്കെ ഞാൻ വഴിയേ മേടിച്ചോളാം. വന്ന് വണ്ടി കയറാൻ നോക്ക്. ഈശ്വര, ആ ട്രീറ്റ് ശമ്പളം കിട്ടിയിട്ടാകണേ. ഇതുപോലെ എന്നെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരല്ലേ. വിജയ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, എന്ത് സംഭവിക്കാം.